നിങ്ങൾ ഈ യാത്ര പുറപ്പെടാൻ പോവാണ്. ഞങ്ങൾക്കൊരു നല്ല മഴച്ചാറലൊക്കെ ഉണ്ടായിരുന്നു. മഴച്ചാറിയാ രാത്രി മഴ ചെയ്തിട്ടുണ്ടല്ലേ? ആണോ? അത് ശരി, ഞാൻ വിളിച്ചു മഴ ആണോ. നല്ല ശകുനമാണ് ഗൈസ്, മഴയൊക്കെ ചാറി. അതെ അതെ. മാമിനും അമ്മായിയും സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് അല്ലേ? എവിടെ മാമ എവിടെ പോയി? ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലല്ലോ അകത്ത് അല്ലേ? നായക്കുട്ടികൾക്ക് സങ്കടാവും അല്ലേ? പോവാണെന്ന് നായകക്ക് മനസ്സിലായി അതാണ് അല്ലേ? നേരം പരപര വെളുക്കല്ല അല്ലേ? ചന്ദ്രൻ പോയിട്ടില്ല, സൂര്യൻ വരാൻ. അവിടെ കാവിലെ ഇറങ്ങുമ്പോഴേ ചെരുപ്പ് എന്തായാലും ഊരിണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ സ്ലിപ്പറാ നല്ലത്, ഷൂ വേണ്ട. ഓക്കെ സ്റ്റാർട്ട്. ഡബിൾ ബെൽ അടിച്ചു. മാമ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിട്ട്. അതെ, ഇപ്പൊ കൃത്യം എത്ര സമയായി? 5:30 കൃത്യം. ജേണി എന്തേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പോരാം. പെരുന്തമണ കൂടെ പോണോ മേലാറ്റൂരോ? പ്രശ്നമുണ്ടോ? ഇലക്ഷൻ കമ്മിറ്റി ഞങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നു. എന്താ നിലമ്പൂരിന്റെ ഭംഗിയില്ലേ? നിലമ്പൂർക്ക് നിലമ്പൂർ എത്തി. അതെ അതെ, നിലമ്പൂരില് എത്തി ഞങ്ങള്. മ്യൂസിയത്തിലാണ് ഗൈസ്. അതല്ല ഇരിക്കതല്ല അമ്മായി. ഹലോ അമ്മായി, പോയോ? ഉറങ്ങിയോ? അമ്മായി ഔട്ട് ഓഫ് ഓർഡർ. അതല്ലേ, ഓരോ ചെക്കിങ്ങിന് നിർത്തുമ്പോഴേ ഇവര് ലോറി കയറിപ്പോയി. ലോറി ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഇവന് സങ്കടം. അവിടെ ഇവനൊക്കെ പോലീസ് ചെക്ക് ചെയ്യുമ്പോഴേ ഓനെ ഞാൻ കേറി പോകാൻ പറഞ്ഞ പാടിക്കറിയില്ലേ. ഓനാണെങ്കിൽ നല്ല പോകും. നല്ല ഭംഗിയില്ലേ നോക്കും നിലമ്പൂരിന്റെ വഴി അല്ലേ? നിലമ്പൂര് വഴിക്കടവാണ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന്റെ ഒരു അതെ. അവിടെ ഇറങ്ങുമ്പോ ചന്ദ്രേട്ടനെ എന്ന് ഇപ്പൊ രവിയേട്ടൻ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചൊക്കെ വന്നു. ഇലക്ഷൻ കമ്മിറ്റി ഞങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു ഗൈസ്. അതാ ലോറി എന്തായാലും കണ്ടിട്ട് അമ്മായി പിന്നെ ആകെ സങ്കടം അതാണ് കേട്ടോ. ലോറി മുന്നിൽ കയറി പോയി. ഇനിയിപ്പോ ഇനിയിപ്പോ ആ ലോറീനെ കിടക്കണ വരെ സമാധാനം ഉണ്ടാവില്ല. അല്ല അപ്പളേക്ക് അടുത്ത ഇതില് കൈ നീട്ടുമല്ലോ ഇതിന്റെ പിന്നാലെ കൊണ്ടുപോകുന്ന. ഇത് നിർത്തുമ്പോഴേക്ക് ലോറി കയറി പോവുകയാണല്ലേ? അതെ, ഓനാണെങ്കിൽ നല്ല പോകും. ഈ ലോറിയിൽ പൈസ ഒന്നും കൊണ്ടുപോകണില്ലാവോ? കാറിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ പൈസ? പോക്കാനൊക്കെ പോണത് കൊതിയാവണു. പോയിക്കൂടെ? ആ വണ്ടിയൊക്കെ എടുത്തടിച്ച് പോണണ്ടില്ലേ? എന്റെ വണ്ടിയൊക്കെ അങ്ങനെ എടുത്തടിച്ച ബാക്കിലൊക്കെ റൂഫ് മുമ്പിലാണ്. ആണല്ലേ? എന്താ ദേവി അല്ലേ? ദേവി പാലസ്.
എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? അടിപൊളി അടിപൊളി. നിന്റെ സജഷൻ? നിലമ്പൂർ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഹോട്ടലിൽ പോയിക്കോളൂ. ദേവി പാലസ്, PWD ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ്. PWD ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ്. നല്ല ഭക്ഷണം അല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ മാമ? സർവീസ്. കാപ്പിയൊക്കെ സൂപ്പറാണ്. നല്ല ഫിൽറ്റർ കാപ്പി. നമ്മൾ എത്ര നേരത്തെ ആയതുകൊണ്ടാണ് പിന്നെ ദോശ ഐറ്റംസ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ്. മസാല ദോശയൊക്കെ വെറൈറ്റി ഉണ്ട്. അതെ അതെ, ഇഡലി ഒക്കെ നല്ല സൂപ്പർ ഇഡലി, പൂ പോലുള്ള ഇഡലി. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലേ, നമുക്ക് നിലമ്പൂര് ടൗണിൽ തന്നെയാണ് അല്ലേ? അതെ അതെ. നമ്മളെ വീഡിയോ കണ്ടെന്നാലും എട്ടാളിൽ ആരെങ്കിലും രണ്ടാള് വന്നാല്. അതെ, ഇവിടെ എല്ലാം നല്ലതാ. ഉച്ചക്കത്തെ ഊണ് എന്ത് ടേസ്റ്റ് അറിയോ? സ്പെഷ്യൽ വേറെ ഉണ്ട് ദേവിയില്. മേലെ സദ്യയാണ്. സദ്യ എന്തൊരു കുറച്ച് താഴത്തെ ഊണ് തന്നെ, നോർമൽ ഊണ് തന്നെ നല്ല ടേസ്റ്റ് ആണ്. മാമൻ നല്ല പേരാണോ? മാമൻ മെറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ല, അത് അമ്മ കളിയാക്കി വിളിക്കാൻ. ശരി. നോക്ക്, ഈ ക്രോട്ടൺ തന്നെ ചെടികൾ അവിടെ വേണോ? കൊമ്പൂട്ടിക്കണോ? നാട്ടുകാരെ തട്ടിയുള്ളൂ. കണ്ടോന്റെ തൊട്ടി പോയിട്ട് കൊമ്പൂട്ടി പൂത്ത് നിക്കണ നോക്കി വെക്കും. പേപ്പർ റോസ്, ഈ പേപ്പർ റോസ് വെക്കാൻ പാടില്ലാത്ത. അതിന്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ മുറി ഉണങ്ങില്ലാന്നോ, പിന്നെ ഭൂമിയുടെ വെള്ളം വറ്റിക്കുന്നു, എന്തൊക്കെയാ പറയണ്ടേ. അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കണത്. ഇവിടെ ഫുള്ള് പേപ്പർ റോസ് തന്നെയാണ്. അതും കടലാസ് പൂവില്ലേ.
വേരിയസ് ബൊഗൈൻവില്ല. ഇവിടെ വയനാട്ടിൽ വന്ന മണ്ണിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എവിടെ എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും അല്ലേ. വേലി ഡാലിയ ഒക്കെ ഇങ്ങനെ വേലിക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. ക്ലൈമറ്റ് ഏത് സമയം ഈ മഞ്ഞുള്ളൊരു ഇതല്ലേ, മോയ്ച്ചർ ഉണ്ട്. പിന്നെ ചരലില്ലാത്തൊരു മണ്ണ്, വളക്കൂറുള്ള കാട്ടുമണ്ണാണ്. കൃഷിയൊന്നും കാണാത്ത മണ്ണല്ലേ. കുരിശ് കുരിശ് എന്റെ പൊന്നും കുരിശ് മുത്തപ്പ. അച്ഛാ ഞാൻ